ഇവിടെ ഇതുപോലെ ദൈവസ്നേഹവും സന്തോഷവും നിറഞ്ഞിങ്ങനെ ജീവിച്ച സഹനത്തിനടുവിൽ ഇത് കണ്ട് പൈശാചിക മേഖല ഇവൾക്കെതിരെ ഭയങ്കരമായ ആക്രമണം അഴിച്ചുവിട്ടു, ഒരുപാട് ഉപദ്രവിച്ചു. ആ ഉദരം കൊണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൻ്റെ അവസാനം ഈ പിശാചുക്കൾ തമ്പുരാൻ്റെ മക്കൾ, ഈശ്വര മക്കൾ അനുവാദം ചോദിക്കുകയാണ് ഇവളിൽ ആവസിക്കാൻ. പിശാചിൻ്റെ ആവാസം, പൊസഷൻ, ആവസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഈശോ അതും അനുവദിച്ചു. പിശാചിൻ്റെ പീഡകളെ ഇവരുടെ ധ്യാനത്തിൽ പറയും. ഒരു പാലസ്തീൻകാരിയായ ഒരു മറിയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കുഞ്ഞു മറിയം എന്ന് പറയുന്ന കുഞ്ഞ് അറബിയായ മറിയം. 2 നൂറ്റാണ്ടായില്ല ആ സഹോദരി ജീവിതം. ഈ നമ്മുടെ മംഗലാപുരത്തൊക്കെ വന്ന് താമസിച്ചിട്ട് സിസ്റ്ററായിരുന്നു. ഈ സഹോദരിയുടെ കുടുംബം തന്നെ, ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വല്ലാത്ത ചിന്തിക്കുന്നുണ്ടോ? പ്രശ്നങ്ങളല്ല, എത്ര വല്ലാത്താണെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ കൈകാര്യം ചെയ്ത് നമുക്ക് വരുന്ന വീഴ്ചയാണ്. കൈകാര്യം ചെയ്ത് വരുന്ന വീഴ്ചയാണ്. വ്യക്തതയില്ലായ്മ, കരുത്തില്ലായ്മയാണ്. വ്യക്തത വചനം വഴിയെടുക്കണം, കരുത്ത് പ്രാർത്ഥന വഴിയെടുക്കണം. ആ 2 മേഖല പോരായ്മ. ഈ സഹോദരിയുടെ കുടുംബം നിങ്ങൾ ഉച്ചക്കാരെല്ലാം അറിയാം. ആ കുടുംബത്തിൽ പിള്ളേർ, മറിയത്തിൻ്റെ അപ്പനും അമ്മയും, അവർക്ക് ആദ്യം ഉണ്ടാകുന്നത് 2 ഇരട്ടപ്പിള്ളേരാണ്, 2 ആൺപിള്ളേർ. ആ 2 പിള്ളേരും ഏതാനും മാസങ്ങൾക്കുള്ളിൽ മരിച്ചു. വീണ്ടും പിള്ളേരുണ്ടായി, ഇരട്ടപ്പിള്ളേർ, ആൺപിള്ളേർ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ പിള്ളേർ മരിച്ചു. അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ഒരു ദമ്പതികളുടെ അവസ്ഥ എന്താ ഓർത്ത് നോക്കിക്ക്. 2 കുഞ്ഞുങ്ങൾ കൈയിട്ട് പോയി. വീണ്ടും അങ്ങനെ 3ാമതുണ്ടായി ഇരട്ടപ്പിള്ളേർ, വീണ്ടും ആൺപിള്ളേർ. ഈ പിള്ളേർ മരിച്ചു. 4ാമതും 5ാമതും 6ാമതും ഉണ്ടായി ഇരട്ടപ്പിള്ളേർ തന്നെ, ആൺപിള്ളേർ. 12 കുഞ്ഞുങ്ങൾ, 12 പേര് മരിച്ചു. 12 കുഞ്ഞുങ്ങളെ കൈ കിട്ടിയിട്ട് മരിച്ചു പോകുന്നൊരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? എങ്ങനെ സഹിക്കാൻ പറ്റും? വ്യക്തിപരമായ നൊമ്പരം, സഹനം, നിസ്സഹായത, പിന്നെ നാട്ടുകാരുടെ കമൻറ്റുകൾ, എന്തെല്ലാം. അങ്ങനെ സഹിച്ച് ഞെരുങ്ങുന്ന അവർ ബെത്ലഹേമിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ദൂരെ താമസിച്ചിരുന്നു ഈ ഭാര്യയും ഭർത്താവും. അവർ തീർത്ഥാടനം പോകണം. നടന്ന് ബെത്ലഹേമിലേക്ക് യാത്ര പോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ചെന്ന് അവിടെ പോയിരുന്ന് ഈശോ പിറന്ന സ്ഥലത്തുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എത്ര നാളെന്ന് എനിക്കറിഞ്ഞുകൂടാ, ചരിത്രത്തിൽ പറയുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ച് നടന്നിങ്ങനെ വന്നു. അത് കഴിഞ്ഞ് അവർക്കൊരു കൊച്ചുണ്ടായി, ഒരു പെൺകുട്ടി. അതാണ് ഈ മറിയം എന്ന പേര് സിസ്റ്ററായ വ്യക്തി. വീണ്ടും അടുത്ത വർഷം ഒരു കൊച്ചുണ്ടായി, ഒരാൺകുട്ടി. 2 പിള്ളേരായി, ഒരു പെൺകൊച്ചും ആൺകൊച്ചും. സന്തോഷമായിട്ട് നീങ്ങുമ്പോൾ ഉള്ള സഹോദരങ്ങളെ, ഏതാനും മാസം കഴിഞ്ഞപ്പം ഈ അമ്മ മരിച്ചു. ഈ 2 പൊടിക്കുഞ്ഞുങ്ങളും അപ്പനിങ്ങനെ നീങ്ങി നിസ്സായോട് നീങ്ങുമ്പോൾ അപ്പനും മാരകമായ രോഗം വന്നിട്ട് അപ്പനും മരിക്കുകയാണ്. മരിക്കാൻ നേരം അപ്പൻ യൗസേപ്പിതാവിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിള്ളേരെ അങ്ങ് നോക്കിക്കോണമെന്ന് പറഞ്ഞു. അപ്പം മരിച്ചു. 2 അനാഥ പിള്ളേർ. മരണത്തിൻ്റെ പെരുമഴ ഈ കുടുംബത്തിൽ. ഈ പെങ്കൊച്ചനെ അമ്മയുടെ ആങ്ങളെ എടുത്തുകൊണ്ട് പോയി, ആൺകൊച്ചനെ അപ്പൻ്റെ സഹോദരൻ എടുത്തുകൊണ്ട് പോയി, വളർത്താൻ കൊണ്ടുപോയി. ചരിത്രമാണ്. പിന്നെ ഒരിക്കലും ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കണ്ടിട്ടുമില്ല. അങ്ങനെ ഈ പെങ്കൊച്ചനെ കൊണ്ട് ഈ അമ്മയുടെ അങ്കിള് കൊണ്ട് വളർത്തുകയാണ്. അവിടെ വളർത്തിക്കൊണ്ടിരിക്കുമ്പം 13 വയസ്സായി. 13 വയസ്സായപ്പോൾ ഈ ആങ്ങള തൻ്റെ ഭാര്യയുടെ സഹോദരനെ കൊണ്ട് ഇവളെ കെട്ടിക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല. കല്യാണമൊക്കെ എല്ലാം ഉറപ്പിച്ച് അങ്ങനെ തന്നെ ക്രമീകരണം ചെയ്ത് ഉടുപ്പൊക്കെ മേടിച്ചോ, ആഭരണങ്ങളൊക്കെ. തലേദിവസം രാത്രിയിലാണ് ഇവൾക്ക് മനസ്സിലായത് നാളെ എൻ്റെ കല്യാണം വന്നു. 13 വയസ്സേ ഉള്ളൂ. ഇവളിങ്ങനെ ഭയങ്കര നല്ല പ്രാർത്ഥനാനുഭവമുള്ള പെങ്കൊച്ചാണ്. കാരണം ഈ അപ്പനും അമ്മ ഒരുപാട് സഹനത്തിൽ കൂടെ ഉരുകി പ്രാർത്ഥനയിൽ ജ്വലിച്ച് ബെത്ലഹേം തീർത്ഥാടനം പോയിരുന്ന് അങ്ങനെ ഉണ്ടായ കൊച്ചാണ്. അതിൻ്റെ കരുത്ത് മുഴുവൻ കൊച്ചനുണ്ട്. ഈ കുടുംബത്തിൽ 12 മക്കളുണ്ടായി, 12 മരിച്ചു പോയി കഴിഞ്ഞപ്പം ആ മാതാപിതാക്കൾ നിരാശപ്പെടുക, ആത്മഹത്യക്ക് പോകാനോ ചെയ്തത്, ദൈവത്തെ നിന്ദിക്കാൻ പഴിക്കുക അല്ല ചെയ്തത്. അവരെ എളിമപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയായിട്ട് ബെത്ലഹേമിലേക്ക് തീർത്ഥാടനം പോകുന്ന പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞ് വന്നപ്പോൾ അത്രോ ഒരുക്കപ്പെട്ട ഉള്ളത്തിൽ ദാമ്പത്യത്തിലുണ്ടായി കുരുന്ന്. അതുപോലെ ദൈവസ്നേഹം നിറഞ്ഞ ഒരു പെങ്കൊച്ച. ഈ 13 വയസ്സ് അവളുടെ ഉള്ളു മുതലേ, ആദ്യം മുതലേ ഈശോ ഈശോ, ദൈവം ദൈവം ദൈവം, പ്രാർത്ഥന, സന്തോഷം മാത്രമേ ഉള്ളൂ. അവൾ ഈ അമ്മാവനോട് പറഞ്ഞു, എനിക്ക് കല്യാണം പറ്റത്തില്ല, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, സമർപ്പിതമായിട്ട് ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഈ അങ്കിൾ സമ്മതിച്ചില്ല, വഴക്ക് പറഞ്ഞു, ബഹളം വെച്ച് ബലം പിടിച്ചു. ഇവള് 13 വയസ്സേ ഉള്ളൂ, ആരും ഇവക്കില്ലെങ്കിലും പിടിച്ച പിടിയാൽ ഇവള് പറഞ്ഞു പറ്റത്തില്ല. അവസാനം കല്യാണം നടന്നില്ല. ഈ അങ്കിള് ഭയങ്കരമായിട്ട് എതിരായി, ഇവളെ ഭയങ്കരമായിട്ട് അരിശപ്പെടാൻ തുടങ്ങി. ഒരു സ്നേഹവുമില്ല, ഒരു മയവുമില്ല, ഭക്ഷണം ഇടന്ന് കൊടുക്കുക, അടിമയെപ്പോലെ വീട്ടിട്ട് പണിയിപ്പിച്ച്
അറ്റപ്പറ്റ ഭക്ഷണം കൊടുത്ത് അങ്ങനെ അങ്ങ് നീങ്ങി. അവിടെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ജീവിക്കാൻ മേലാന്നായി. അവൾ സഹി കേട്ടപ്പോൾ അവൾ ഓർത്ത് ആങ്ങളെ എവിടെയോ ഉണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്കിളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആങ്ങളെയുണ്ട്, പപ്പായുടെ വീട്ടുകാരാണ് വളർത്തുന്നത്, പരസ്യനെ എവിടെയോ ഉണ്ട്, ആങ്ങളുടെ അടുത്ത് പോയായിരുന്നെങ്കിൽ അവർ 10, 14, 15 വയസ്സുണ്ടല്ലോ, ഇപ്പോൾ പോയി കാണാൻ ആഗ്രഹിച്ച് ഇവളൊരു രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങി ഒളിച്ചോടിയിട്ട് അവിടെ ഒരു മുസ്ലിം സഹോദരനുണ്ട്, കുടുംബം, അവരുമായി കച്ചവട യാത്രകൾ നടത്തുന്നവരാണ്. അപ്പോൾ അവർക്കറിയാമായിരിക്കും ഈ അപ്പൻ്റെ വീട്ടുകാരെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കയറി. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ ഇവളെ സ്വീകരിച്ചു. 13 വയസ്സുള്ള പെങ്കൊച്ചല്ലേ, മിടുക്കി കൊച്ച് സ്വീകരിച്ചു. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പം അവർ പറയാൻ തുടങ്ങി, നിങ്ങൾ മുസ്ലിം ആകണം, അല്ല പറ്റത്തില്ല. അത് നിർബന്ധം വന്ന് അവസാനം അങ്ങേയറ്റം വന്നപ്പോൾ ഇവള് പറഞ്ഞു പറ്റത്തില്ല. അതോടെ അങ്ങയുടെ രീതി മാറി, ഇവിടെ ഉപദ്രവിക്കാൻ തുടങ്ങി, വഴക്ക് പറയാൻ തുടങ്ങി, ഞെരുക്കാൻ തുടങ്ങി. അവസാനം ഒരു ദിവസം ഭയങ്കര വഴക്കുണ്ടായി, തല്ലി മർദ്ദിച്ച് ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്ത് കണ്ടിച്ചു. എന്നിട്ട് പൊക്കിയെടുത്തുകൊണ്ട് ഓടയ്ക്കകത്ത് കൊണ്ടിട്ടു. ആരും അറിയുന്നില്ല ഈ പെങ്കൊച്ചിനെ. പക്ഷേ എങ്ങനെയോ ഒരു സ്ത്രീ അവളെ അവിടുന്ന് പൊക്കിയെടുത്ത് അവളുടെ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട് പരിചരിച്ചു. മാസങ്ങൾ ഈ മുറിവ് മരണം വരെ കൊച്ചൊരു കഴുത്തലി മുറിവുണ്ടായിരുന്നു. 10 സെൻറ്റിമീറ്റർ നീളത്തിൽ കാണാമായിരുന്നു. സ്വരവും അടഞ്ഞ സ്വരമായിട്ട് പോയി. അങ്ങനെ ഈ കൊച്ച് സൗഖ്യമായി അത്യാവശ്യമായി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇവളെ അവിടെയുള്ള പള്ളി അച്ഛനെ കൊണ്ട് ഏൽപ്പിച്ചു. എവിടെയെങ്കിലും വീട്ടിൽ കൊച്ചിനെ വളർത്താൻ ജോലിക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീ പോയി. ഈ സ്ത്രീ ആരായിരുന്നുള്ളത് ഇതുവരെ ആർക്കും അറിയത്തില്ല. ഇവള് പറയും നീല ഉടുപ്പിട്ട ഒരു സ്ത്രീ ആയിരുന്നു. അവിടെ വിശ്വാസം അത് മാതാവായിരുന്നെന്നാണ്. വേറെ ഒന്നും ഒരു വിവരവും ഇല്ല ഈ സ്ത്രീയെക്കുറിച്ച്. അച്ഛൻ പിന്നെ ഇവിടെ ഒരു വീട്ടിൽ ആക്കി, ജോലിക്കൊക്കെ ആക്കി. അങ്ങനെ ഏതാനും വീട്ടിലേക്ക് ജോലി ചെയ്തു. പക്ഷേ ഇവിടെ നല്ല എപ്പോഴും ദൈവസ്നേഹം, സന്തോഷം, ദൈവത്തിന് സ്തുതിപാടി അങ്ങ് നടക്കുകയാണ്. ഓർക്കണം, അപ്പനില്ല, അമ്മയില്ല, 12 ചേട്ടായും സഹോദരങ്ങൾ മരിച്ചുപോയി, ആങ്ങളെ കണ്ടിട്ടില്ല, ഇതുപോലെ സഹനങ്ങളും ദുരന്തങ്ങളും മാത്രം. പക്ഷേ ഇതിൻ്റെ എല്ലാ ഇടയിലും അവൾക്ക് എപ്പോഴും തമ്പുരാൻ്റെ സ്തുതിയും പാടി നന്ദിയും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും അവൾ എവിടെയുണ്ട് അവിടെ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. അതുപോലെ സന്തോഷ പ്രകൃതമാണ്. അങ്ങനെ ഏതാനും വീടുകളിലൊക്കെ ജോലി ചെയ്ത് ചില പൈസയൊക്കെ ഉണ്ടാക്കി അത് അവിടെ സഹായത്തിൽ അവിടത്തിന് കൊടുത്ത് അവസാനം മഠത്തിൽ ചെന്ന് കയറി. അങ്ങനെ ഒരു കർമ്മലിത്ത മിണ്ടാ മഠത്തിൽ ഇവൾ സിസ്റ്ററായിട്ട് മാറി. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരിക്കലും അവളെ മംഗലാപുരത്തൊരു മഠം സ്ഥാപിക്കാൻ ഏതായാലും സിസ്റ്റർമാരെ അയച്ചപ്പം ഇവിടെ അയക്കുന്നുണ്ട്. 1846 ഇവിടെ ജനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ദശകങ്ങളിലാണ് അവൾ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങിയിട്ട് മംഗലാപുരത്ത് പോയി അവിടെ താമസിച്ച് മഠമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പറ്റി എടുത്തു പറയാൻ കാരണം അറിയാമോ, ഇവിടെ ഇതുപോലെ ദൈവസ്നേഹവും സന്തോഷവും നിറഞ്ഞ് ഇങ്ങനെ ജീവിച്ചു സഹനത്തിനടുവിൽ ഇത് കണ്ട് പൈശാചിക മേഖല ഇവൾക്കെതിരെ ഭയങ്കരമായ ആക്രമണം അഴിച്ചുവിട്ടു. ഒരുപാട് ഉപദ്രവിച്ചു. ആ ഉദരം കൊണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൻ്റെ അവസാനം ഈ പിശാചുക്കൾ തമ്പുരാൻ്റെ പക്കൽ, ഈശ്വര പക്കൽ അനുവാദം ചോദിക്കുകയാണ് ഇവളിൽ ആവസിക്കാൻ. പിശാചിൻ്റെ ആവാസം, പൊസഷൻ, ആവസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഈശോ അതും അനുവദിച്ചു. കൂട്ടമായിട്ട് പിശാചുക്കൾ ഇവിടെ വന്ന് കയറുകയാണ്. 40 ദിവസത്തേക്ക് ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത്. ഈശോ അത് അനുവദിച്ചത്രേ. 40 ദിവസം ഓരോ ആഴ്ച ഓരോ ഗ്രൂപ്പ് പിശാചുക്കൾ ഇവിടുന്ന് കയറുകയാണ്. അങ്ങനെ പിശാചുക്കൾ വന്ന് കയറി പൊസഷനാണ്, ചുമ്മാ പുറത്തുനിന്ന് ആക്രമണമല്ല. മറ്റേ നമ്മൾ പാത്രി ബിയോയും അല്ലെങ്കിൽ ജോൺ മരി ബിയാനിച്ചനും ഒല്ലൂര് ഇബ്രാസ്യാമയും ഒക്കെ പുറമേ നിന്നൊരു ഉപദ്രവിറ്റ് വാങ്ങിയവരാ. പിശാച് അകത്ത് കയറിയിട്ടില്ല. ഇത് പിശാചുക്കൾ അകത്ത് കൂട്ടമായിട്ട് കയറി. പിശാച് കയറി കഴിയുമ്പോൾ ഇവള് പിന്നെ ഇവക്ക് കണ്ട്രോളില്ല. പിശാച് ആവാസം വന്നു കഴിയുമ്പോൾ ഇവളല്ല കാണുന്നത്, കേൾക്കുന്നത്, പെരുമാറുന്നത്. ഇവള് പിശാച് ബാധ കയറി ആയി കഴിയുമ്പോഴേക്കും ഇവള് മഠത്തിൽ മിണ്ടാമടമാണ്. പക്ഷേ ബഹളം വെക്കുന്നു, ചീത്ത വിളിക്കുന്നു, വഴക്കടിക്കുന്നു, തട്ടി തകർക്കുന്നു, മഠത്തിൽ നിറങ്ങി ഓടുന്നു, ടൗണിൽ കൂടി ഓടും, ചന്തയിൽ കൂടി ഓടുന്നു, തട്ടിമറിച്ച് വഴക്കുണ്ടാക്കുന്നു, ചീത്ത നിറയെ ബഹളവും. ഏത് സിസ്റ്റർ, അന്നത്തെ കാലത്ത് മിണ്ടാമടത്തിലെ സിസ്റ്റർ. നാട് മുഴുവനും പെട്ടെന്ന് സംസാര വിഷയമായി സിസ്റ്റർ പിശാച് ബാധ. സ്ഥലത്തെ കപ്പളോരച്ചനും ബിഷപ്പും എല്ലാം ഇടപെട്ട് ഇവിടെ വേഗം ഒതുക്കിക്കണം, മാറ്റിക്കണം പറഞ്ഞ് ഇവർക്കെതിരായി. ബിഷപ്പ് വരെ എതിരായി, എല്ലാവരും എതിരായി. ആരും മനസ്സിലാക്കുന്നില്ല. സിസ്റ്റർമാരെന്നാ കാണിക്കുന്നത്, പിശാചബാധ കയറുമ്പോഴത്തേക്ക് ഇവിടെ ബഹളം വെക്കുകയാണ്. ഇതെല്ലാം ഇടയ്ക്ക് പിന്നെ അങ്ങ് മാറും, പിശാചുകൾ ഒതുങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം ഇവിടെ കേൾക്കുകയാണ്. കയ്യാലൊക്കെ തൊലി പോരിക്കുന്നു, മുറിഞ്ഞിരിക്കുന്നു, ചതഞ്ഞിരിക്കുന്നു, മറിച്ചിട്ടു, അവിടെ കേസ്, ഇവിടെ കേസ്, വഴക്ക് വാക്കാണ്. ഇതെല്ലാം പറഞ്ഞ് ആൾക്കാർ ഇവിടെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, നാണം കെടുത്തുന്നു. ഇവിടെ എന്ത് ചെയ്തു? ദൈവമേ നന്ദി. ഈ നാണംകേട് സഹനം മുഴുവനും സ്തുതിച്ച് സമർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ഇനിയും സഹിക്കാം കർത്താവേ, ഞാൻ ഇനിയും നിൻ്റെ പേരിൽ ഞാൻ നാണം കെടാം. പിശാചുക്കൾ എന്നെ എത്ര ഉപദ്രവിച്ചോട്ടെ, ഞാൻ നാണംകേട് എടുത്തോളാം. അങ്ങനെ പറഞ്ഞ ആവേശത്തോടെ അവൾ ഇങ്ങനെ സമർപ്പിച്ച് സ്തുതിച്ചുകൊണ്ട് നീങ്ങി. പിന്നെയും പിശാചബാധ ഇളകും. ഇതന്നെ. അങ്ങനെ ഏതാനും ആഴ്ചകൾ നീങ്ങിയപ്പോൾ എന്നെ സംഭവിച്ചതറിയാവോ?
ഈ പിശാചുക്കൾ ഇവിടെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ഇവൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല, വെറുത്തില്ല, പ്രാർത്ഥന നിർത്തിയില്ല, തമ്പുരാനോട് അകന്നില്ല. മറിച്ച് ഇങ്ങനെ പ്രാർത്ഥന കൂട്ടി ദൈവസ്നേഹം കൂടി സ്തുതിച്ചു. അവസാനം പിശാചുക്കൾ ഈശോയോട് പറഞ്ഞു, 40 ദിവസത്തേക്ക് ഞങ്ങൾ അനുവാദം ചോദിച്ചത് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇളവ് തരണം, ഞങ്ങൾക്ക് പുറത്തു പോകാൻ, ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഇളവ് തരണം എന്ന് പറഞ്ഞ് കിഴിവ് അപേക്ഷിച്ചിരുന്നു. ഈശോ പറഞ്ഞു, പറ്റത്തില്ല, 40 ദിവസം അനുവാദം മേടിച്ചാണ് 40 ദിവസം പൂർത്തിയാക്കിയിട്ടേ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിശാചുകൾ പിന്നെയുള്ള ആഴ്ചകൾ ഇവിളി കിടന്ന് പിശാചുകൾ കഷ്ടപ്പെട്ടതാണ്. പിശാചുകൾ നരകിച്ചു. പൈശാചിക ഉപദ്രവങ്ങൾ എന്തുമാത്രമാണ് നിങ്ങൾക്കെതിരെ വീട്ടിൽ, കുടുംബത്തിൽ, കൈവേഷോ, കൂടോത്രം, മന്ത്രവാദ സ്നേഹമുള്ളവർ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കെതിരെയുള്ള സഹനങ്ങൾ പിശാചിന് നേരിട്ടുള്ള അല്ലാതെയുള്ളതോ പൈശാചിക സ്വാധീന വ്യക്തികൾ എന്തോ ആയിക്കോട്ടെ, സഹനങ്ങളുടെ ആധിക്യമല്ല പ്രശ്നം. അതിനെ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഒന്ന്. വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടും ആ വചന വഴി നടക്കാനുള്ള കരുത്ത് പ്രാർത്ഥന വഴി എടുക്കാത്തതാണ്. ഇവിടെയാ പ്രശ്നം. അല്ലാതെ ഈ ഞെരുക്കങ്ങളോ തകർച്ചകളോ കടബാധ്യതയോ രോഗങ്ങളോ മരണങ്ങളോ കുടുംബത്തിലുള്ളവരുടെ ദുർമാർഗം ഇതല്ല പ്രശ്നം. ഇതാണ് പ്രശ്നം.